നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ കേരളത്തെ ചൂട് പിടിപ്പിച്ച മാസപ്പടി വിവാദത്തിൽ ആ തീ ഒന്നും കൂടി ആളി കത്തിക്കാൻ തന്നെയാണ് ഇഡിയുടെ നീക്കം. എല്ലാ വശങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ട് കൃത്യമായിട്ടുള്ള വരിഞ്ഞു മുറുക്കാനുള്ള തന്ത്രങ്ങൾ തന്നെയാണ് ഇഡി മെനയുന്നത്. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന അന്വേഷണം നിർണായകമായ പുതിയൊരു തിരിവിലേക്ക് കടക്കുകയാണ്. ഇത്രയും കാലം അന്വേഷണം എത്തുമ്പോൾ പറഞ്ഞിരുന്നു വീണയ്ക്കിതിൽ കൃത്യമായി പങ്കില്ല, വീണയെ മുന്നിൽ നിർത്തിയുള്ള പല കളികളാണ് പലരും നടത്തിയിരിക്കുന്നത്, ആ വമ്പന്മാരിലേക്ക് എന്ന് അന്വേഷണം എത്തുമെന്നുള്ളൊരു ചോദ്യമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഇഡിയുടെ നീക്കം ആ വമ്പന്മാരിലേക്കുള്ള അന്വേഷണത്തിൻ്റെ ഒരു തുടക്കം തന്നെയാണ്. വെറുമൊരു സാമ്പത്തിക ക്രമക്കേട് എന്നതിനപ്പുറം രാഷ്ട്രീയപരമായും നിയമപരമായും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന തലങ്ങളിലേക്കാണ് ഇഡി നീക്കങ്ങൾ വിരൽ ചൂണ്ടുന്നത്. അന്വേഷണത്തിന്റെ നിലവിലെ പുരോഗതി വിലയിരുത്തുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ കേസിൽ പ്രതിയാകാനുള്ള സാധ്യതകൾ ഏറെയാണെന്നാണ് സൂചനകൾ. കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് ഒഴിവാക്കിക്കൊണ്ട് തന്നെ ഉടൻ കുറ്റപത്രം സമർപ്പിക്കാനുള്ള സാധ്യതകളാണ് അന്വേഷണ ഏജൻസി പരിശോധിക്കുന്നത്. ഇതോടൊപ്പം തന്നെ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിക്കുന്ന മറ്റൊരു വിവരവും പുറത്തു വന്നിട്ടുണ്ട്. കേസിന്റെ തുടർ നടപടികളുടെ ഭാഗമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെയും ചോദ്യം ചെയ്യുന്നത് ഇഡിയുടെ സജീവ പരിഗണനയിലുണ്ടെന്നാണ് വിവരങ്ങൾ. നേരത്തെ കമ്പനികൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിൽ മാത്രം കേന്ദ്രീകരിച്ചിരുന്ന അന്വേഷണം ഇപ്പോൾ വീണയുടെ വ്യക്തിഗത സ്വത്തുകളിലേക്ക് വിപുലീകരിച്ചിരിക്കുകയാണ്. അതായത് ഈ ഒരു കാലയളവിൽ, ഈ ഒരു അഴിമതി നടന്നിരിക്കുന്ന കാലയളവിലൊക്കെ തന്നെ വീണ എന്തൊക്കെ സ്വത്തുക്കളാണ് വാങ്ങിച്ചിരിക്കുന്നത്, എന്താണ് വീണയുടെ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക നില തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളിലേക്കും അന്വേഷണം എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിന്റെ വ്യക്തമായ സൂചനയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണൂരിൽ ഇഡി ഉദ്യോഗസ്ഥർ നടത്തിയ അപ്രതീക്ഷിത പരിശോധനകൾ നൽകുന്നത്. കണ്ണൂരിലെ പാതിരിയോട് പിണറായി വില്ലേജുകളിലാണ് ഇഡി സംഘം നേരിട്ടെത്തി പരിശോധന നടത്തിയത്. വില്ലേജ് ഉദ്യോഗസ്ഥരെ ഒപ്പം കൂട്ടി വീണയുടെ പേരിലുള്ള ഭൂമിയുടെ രേഖകളും കൃത്യമായ അതിരുകളും ഉദ്യോഗസ്ഥർ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുകയായിരുന്നു. പാതിരിയോട് വില്ലേജ് ഓഫീസിലെത്തിയ ഇഡി സംഘം സ്പെഷ്യൽ വില്ലേജ് ഓഫീസർക്കൊപ്പം പിണറായിലെ വസതിക്ക് സമീപമുള്ള സ്ഥലം സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിച്ചു. തുടർന്ന് പിണറായി വില്ലേജ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ ഇലക്ട്രിസിറ്റി സബ്സ്റ്റേഷന് സമീപമുള്ള സ്ഥലത്തിന്റെ വിശദാംശങ്ങളും ചോദിച്ചറിഞ്ഞു. ആദ്യഘട്ടത്തിൽ എക്സാലോജിക് കമ്പനിയുടെ ബംഗളൂരു, കൊച്ചി ഓഫീസുകളിലെ രേഖകളും CMRLന്റെ ബാങ്ക് ഇടപാടുകളുമായിരുന്നു ഇഡിയുടെ പ്രധാന പരിശോധന വിഷയം. എന്നാൽ സാമ്പത്തിക ഇടപാടുകളിൽ നിന്നും സ്വത്തുക്കളുടെ ശേഖരണത്തിലേക്ക് അന്വേഷണം നീളുന്നത് കേസിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതാണ്. അതായത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിച്ചിരുന്ന ഇഡി ഇപ്പോൾ ആ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളുടെ വ്യക്തിഗത വിവരങ്ങൾ, അതായത് അവരുടെ സ്വത്തുവകകളിലേക്ക് കൂടി അന്വേഷണം കടത്തിയിരിക്കുന്നു. വീണയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുന്നതിന് തൊട്ടു മുമ്പാണ് ഇഡി ഇത്തരം ഒരു നിർണായക നീക്കം നടത്തിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. സ്വത്ത് വിവരങ്ങളിൽ വ്യക്തത വരുത്തിയ ശേഷമാകും പുതിയ ചോദ്യം ചെയ്യൽ ഘട്ടം ആരംഭിക്കുക. കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പായി അന്വേഷണത്തിലെ എല്ലാ വിടവുകളും അടയ്ക്കാൻ ഇഡിയുടെ നീക്കം. വീണയുടെ സാമ്പത്തിക സ്രോതസ്സുകളും ഭൂമി ഇടപാടുകളും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ പരിശോധനയിലൂടെ ഏജൻസി ലക്ഷ്യമിടുന്നത്. ചുരുക്കത്തിൽ മാസപ്പടി കേസിൽ ഉടൻ തന്നെ കുറ്റപത്രം സമർപ്പിക്കപ്പെടാനും വീണ പ്രതിപട്ടികയിൽ ഇടം പിടിക്കാനും സാധ്യതയേറെയാണ്. അതോടൊപ്പം രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചേക്കാവുന്ന ചോദ്യം ചെയ്യലുകൾക്കും കേസിൽ അടുത്ത ദിവസങ്ങളിൽ കളമൊരുങ്ങും. പിണറായി വിജയന്റെ മകൾ വീണ ഉടമയായ IT സ്ഥാപനമാണ് എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. കൊച്ചി ആസ്ഥാനമായുള്ള കരിമണൽ ഖനന കമ്പനിയാണ് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ്. IT സേവനങ്ങളുടെ പേരിൽ 2017 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിലാണ് CMRL 1,72,00,000 രൂപ കൈമാറി എന്നുള്ള ആരോപണം ഉയർന്നത്. ആദ്യഘട്ടത്തിൽ ഈ രണ്ട് സ്ഥാപനങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചായിരുന്നു ഇഡി അന്വേഷണം നടത്തിയിരുന്നത്. യാതൊരു IT സേവനവും എക്സാലോജിക് നൽകാതെയാണ് ഇത്രയും തുക കൈമാറിയത് എന്നുള്ളത് തെളിയുകയും ചെയ്തു. SFIO സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കണ്ടെത്തിയത് ഈ തുക ഏകദേശം 2,70,00,000 വരുമെന്നാണ്. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ മറവിൽ നിയമവിരുദ്ധമായി CMRL നിന്ന് പണം വാങ്ങുകയായിരുന്നു എന്നാണ് ആരോപണം ഉയർന്നത്. ആ വീണയെ മുന്നിൽ നിർത്തി ആർക്കാണ് ഈ പണം വാങ്ങിയത്, ആ പണം എവിടെ പോയി എന്നുള്ളതടക്കം ഇനി വരും ദിവസങ്ങളിൽ പുറത്തു വരും. അതിൻ്റെ ഒരു
ഘട്ടമാണ് ഇപ്പോൾ വ്യക്തിഗത വിവരങ്ങളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുന്നു എന്നുള്ള ചില സൂചനകൾ ഇ ഡി തന്നെ നൽകുന്നത്. 2019 ജനുവരി 25 ആദായ നികുതി വകുപ്പ് CMRL ഓഫീസുകളിലും ഉന്നത ഉദ്യോഗസ്ഥരുടെ വസതികളിലൊക്കെ തന്നെ റെയ്ഡ് നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സംഭവം ചൂടുപിടിച്ചത്. 133 കോടി 82 ലക്ഷം രൂപ മുതൽ 182 കോടി രൂപ വരെ CMRL നികുതി വെട്ടിപ്പ് നടത്തിയതായി റെയ്ഡിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ചെലവുകളിൽ കൃത്രിമം കാണിച്ചുണ്ടാക്കിയ ഈ കള്ളപ്പണം രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും നൽകിയതിന്റെ രേഖകളും ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ രേഖകളിലാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് നൽകിയ പണത്തിന്റെ വിവരങ്ങളും ഉണ്ടായിരുന്നത്. യാതൊരു IT സേവനങ്ങളും നൽകാതെയാണ് എക്സാലോജിക്ക് പണം നൽകിയതെന്ന ആരോപണം ശരിയാണെന്ന് CMRL ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ എന്തിന് പണം നൽകി? മുഖ്യമന്ത്രി ചെയ്ത സഹായത്തിന് പ്രതിഫലം എന്നാണ് ആരോപണം ഉന്നയിക്കുന്നവരുടെ ഉത്തരം. CMRL ആലപ്പുഴയിലെ തൃക്കുന്നപ്പുഴയിലും ആറാട്ടുപുഴയിലെ ഖനനാനുമതി ലഭിക്കാൻ തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് കമ്പനിയുടെ അപേക്ഷ പുനഃപരിശോധിക്കാൻ നിർദ്ദേശം നൽകി. ഇതിന് പിന്നാലെ വീണ വിജയന് പ്രതിമാസം 5 ലക്ഷം രൂപ നിരക്കിൽ കൺസൾട്ടന്റ് നിയമന കത്ത് ലഭിച്ചു. പിന്നീട് 2017 മാർച്ചിൽ എക്സാലോജിക്കുമായി പ്രതിമാസം 3 ലക്ഷം രൂപയുടെ കരാറുമുണ്ടാക്കി. അതായത് റവന്യൂ വകുപ്പിലെ അനുകൂലമായ സർക്കാർ തീരുമാനങ്ങൾക്ക് പകരമായി നൽകിയ നിയമവിരുദ്ധ പ്രതിഫലമാണ് ഈ പ്രതിമാസ പണമിടപാടുകൾ എന്നാണ് ആരോപണം ഉന്നയിക്കുന്നവരുടെ വാദം. ആദായ നികുതി ഇടക്കാല സെറ്റിൽമെന്റ് ബോർഡ് 2023 ജൂണിൽ CMRL നൽകിയ പണം നിയമവിരുദ്ധമെന്ന് വിധിച്ചതോടെ കേസിൽ അന്വേഷണം ചൂടുപിടിച്ചു. രജിസ്റ്റർ ഓഫ് കമ്പനീസും കമ്പനിയുടെ പണമിടപാടുകളിൽ ഗുരുതരമായ വീഴ്ചകൾ കണ്ടെത്തി. സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ KSIDCക്ക് 13.4% ഓഹരി പങ്കാളിത്തം CMRL കമ്പനിയിലുണ്ട്. എന്നിട്ടും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ അനുമതിയില്ലാതെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി ഇടപാട് നടത്തിയത് കമ്പനീസ് നിയമത്തിന്റെ നഗ്നമായ ലംഘനമാണെന്നായിരുന്നു ഒരു കണ്ടെത്തൽ. പണമിടപാടുകൾക്ക് ആധാരമായ ഒന്നും എക്സാലോജിക്കിന് CMRLനും ഹാജരാക്കാനും കഴിഞ്ഞില്ല. ഇതിനിടെയാണ് BJP നേതാവ് ഷോൺ ജോർജ് വിഷയത്തിൽ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിനെ സമീപിക്കുന്നത്. അങ്ങനെ 2024 ജനുവരി 31 കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ഉത്തരവനുസരിച്ച് SFIO അന്വേഷണം തുടങ്ങി. ഇതിനിടെ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എക്സാലോജിക്ക് ഹർജി നൽകിയെങ്കിലും 2024 ഫെബ്രുവരി 16 കർണാടക ഹൈക്കോടതി അത് തള്ളി. ഇതിനിടെ 2024 ഏപ്രിലാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ED കേസ് രജിസ്റ്റർ ചെയ്തത്. ആ അന്വേഷണമാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടം വരെ എത്തിയിരിക്കുന്നത്. ഇതിനിടയിൽ പല പ്രതിസന്ധികളും EDക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് 10 വർഷത്തോളം കേരളം ഭരിച്ചിരുന്ന വളരെ ശക്തനായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളാണ്. അവരുടെ കുടുംബവുമായി ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണമാണ് ED ആഴത്തിൽ ചികഞ്ഞെടുക്കുന്നത്. തീർച്ചയായിട്ടും പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ EDക്ക് സംഭവിക്കാം. പക്ഷേ അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ വരും തോറും ED കൂടുതൽ കടുത്ത ഘട്ടങ്ങളിലേക്ക് കടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്.